വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആക്ച്വലി ഡിസ്കഷനിലേക്ക് വരുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഇപ്പോൾ രണ്ടിനും ഒരേ ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓൾറെഡി ഈ ഒരു ടേം ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്നിക്കൽ ടെർമിനോളജി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ടൈമായി. കാരണം ലാസ്റ്റ് ഒരു 2 വീഡിയോയിലൊക്കെ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം സം ടൈം ആഫ്റ്റർ നമ്മൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് അതൊരു പക്ഷേ റിഡംഷൻ അറ്റ് പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അറ്റ് റിഡംഷൻ അറ്റ് പ്രീമിയം ഈ സിറ്റുവേഷനിലാണെങ്കിലും ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഉണ്ട്. ഇവിടെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ പല ടേമിൽ നമ്മൾ ഷെയർസ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസ് എന്നൊരു പരിപാടി വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഇവിടെ ഇനി പഠിക്കുന്നത് ട്രീറ്റ് ചെയ്യാനാണ്. എങ്ങനെ ട്രീറ്റ് ചെയ്യാം ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിന്, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിന് എങ്ങനെ ട്രീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഈസ് വെരി സിമ്പിൾ. എനിക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും ട്രീറ്റ് എങ്ങനെ ചെയ്യാന്നുള്ളത്. ആൻഡ് ബിഫോർ ദാറ്റ് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം? നമ്മൾ ഈ ഡിസ്കൗണ്ട് തന്നെ ഒരു എക്സ്പെൻസിനെ ആദ്യമായിട്ട് കാണുന്നതല്ല, അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ അല്ലെങ്കിൽ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ്, ലോസ് ഓൺ സെയിൽ ഓഫ് അത്, ലോസ് ഓൺ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് കാണുന്നതല്ല ഈ ലോസും ഡിസ്കൗണ്ടൊക്കെ. ഇത്രയും കാലം നമ്പർ ഓഫ് ടൈംസ് ഇതുപോലെ ഡിസ്കൗണ്ടും ലോസും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്നും ഇല്ലാത്തൊരു ട്രീറ്റ്മെൻറ്റ് എന്നാൽ ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് പഠിപ്പിക്കേണ്ട ആവശ്യം? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്താണെന്നുള്ളത് സാർ പഠിപ്പിച്ചുതരാം. ബിഫോർ ദാറ്റ് ഈ ട്രീറ്റ്മെൻറ്റ് എന്തിനാണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി മോർ ആൻഡ് മോർ ബ്യൂട്ടിഫുൾ എന്ന് വേണം പറയാനായിട്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിനെ, ലോസ് ഓൺ ഇഷ്യൂനെ ട്രീറ്റ് നമ്മൾ പറയുന്നത്? ഒരു കാര്യം ആദ്യം മനസ്സിലാക്കാം. ശരിക്കും ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ, ലോസ് ഓൺ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ എവിടെ എഴുതിയാൽ മതി? നമ്മുടെ P&L അക്കൗണ്ടിൽ എഴുതിയാൽ മതി അല്ലേ? P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമുക്ക് എന്ത് എഴുതി കൊടുത്താൽ മതി? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് എഴുതിയാൽ മതി അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ലോസ് ഓൺ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും നമ്മൾ സാധാരണ ഒരു എക്സ്പെൻസ് കാണുന്ന പോലെ തന്നെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല എങ്കിൽ നമ്മൾ ആക്ച്വലി ഇതാണ് ചെയ്യുക. എന്ത്? P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വന്ന് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ എന്ന് എഴുതും. ക്ലിയർ? പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നാണ് സാർ ഇനി പറയാൻ പോകുന്നത്. ആരും നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടേ ഇല്ലേ. ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾ ടോപ്പിക്കിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കണ്ട. ഇപ്പോൾ ഈ റാൻഡം ഡിസ്കഷൻ ചുമ്മാ ഒന്ന് കേട്ടോളൂ. യു വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ്, കുറച്ച് പോയിന്റ്സ് ആൻഡ് ഓൾസോ സം ഇൻട്രസ്റ്റ് പോയിന്റ്. ക്ലിയർ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ തള്ളി മറിക്കുകയാണ്. ഇയർ 1 2020 നമ്മളെ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ കമ്പനി ഏൺഡ് പ്രോഫിറ്റ് ഓഫ് 20 lakhs. ഇയർ 1 നമ്മൾ നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് ഏൺ ചെയ്തു. വെൻ കംസ് ടു ഇയർ 2 2021 we earned a profit of 25 lakhs. When comes to year 3 we earned a profit of 2022 we earned a profit of 30 lakhs. When comes to year 4 2023 we earned a profit of just let me say 22 lakh. 1 minute. 28 lakh. 28 lakh. അപ്പോൾ ഒന്നാമത്തെ വർഷം നമ്മൾ 20 ലക്ഷം രൂപ പ്രോഫിറ്റ് ഏൺ ചെയ്തൊരു കമ്പനിയാണ്. അപ്പോൾ ആളുകൾ ഇയർ 1 തന്നെ നമ്മളുടെ കമ്പനി അത്യാവശ്യം ഒരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഏൺ ചെയ്തു എന്ന് പറയുമ്പോൾ ഈ കമ്പനിയിലേക്ക് ആളുകൾ, ഷെയർ ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, ഇൻവെസ്റ്റേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ആളുകൾ ഈ ഷെയറിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഈ ഷെയർ വാങ്ങാൻ ഒരുപാട് ആളുകളുണ്ടാവും. കാരണം ഇയർ 1 നമ്മുടെ കമ്പനി 20 lakhs പ്രോഫിറ്റ് ക്രോസ് ചെയ്തൊരു കമ്പനിയാണ്. വെൻ കംസ് ടു ഇയർ 2 it is grown to 25 lakh.
അപ്പോൾ 20 lakhs ആക്ച്വലി 5 lakhs ഗ്രോത്ത് ചെയ്തിട്ട് 25 lakhs ആയി. അപ്പോൾ ഒരു കമ്പനി അത് നല്ലൊരു കമ്പനി ആണോ എന്ന് നോക്കില്ല, ആ കമ്പനിയുടെ ലാഭം കൂടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കൂടിയാണ്. അപ്പോൾ ഇയർ 1 20 lakhs ഉള്ള കമ്പനി ഇയർ 2 25 lakhs അതിൻ്റെ പ്രോഫിറ്റ്സിനെ സ്കെയിൽ ചെയ്യുമ്പോൾ എന്തായാലും ആളുകൾ ഈ ഷെയറിലേക്ക് അട്രാക്റ്റ് ചെയ്യും. കാരണം ഇതൊരു നല്ല സൈനാണ്, ഒരു ഗുഡ് സൈനാണ്, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഈ കമ്പനിയുടെ ഷെയർസ് വാങ്ങിയാൽ കഴിഞ്ഞ വർഷം 20 ഉള്ളത് ഈ വർഷം 25 ലക്ഷമായി. അപ്പോൾ ഇനി അത് 30 ലക്ഷത്തിലേക്കും അതിൻ്റെ മേലയിലേക്കും എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യും. അതുകൊണ്ട് ഈ കമ്പനിയുടെ ഷെയർസ് നേരത്തെ നമുക്ക് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. ആ കമ്പനിയുടെ ഷെയറിൻ്റെ ഡിമാൻഡ് ഇനിയും മാർക്കറ്റിൽ കൂടും, അതിൻ്റെ പ്രൈസ് കൂടും. മാത്രമല്ല കമ്പനി ഒരുപാട് ഡിവിഡൻഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പല പെർസ്പെക്റ്റീവിൽ ആളുകൾ ഈ കമ്പനിൻ്റെ ഷെയർ വാങ്ങാനായിട്ട് എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ഷെയറിലേക്ക് ഒരുപാട് ഡിമാൻഡ് റേസ് ചെയ്യുമ്പോൾ, ഒരുപാട് ഡിമാൻഡ് വരുന്ന സമയത്ത്, ഡിമാൻഡ് കൂടി നിൽക്കുന്ന സമയത്ത്, ഡിമാൻഡ് കൂടുമ്പം അതിൻ്റെ പ്രൈസും കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ അതിൻ്റെ പ്രൈസും കൂടും. അങ്ങനെ ഷെയറിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, കൂടി 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 പോകും. അത് നിലവിലുള്ള എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും, നിലവിലുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം 20 ലക്ഷം 25 ലക്ഷമായി, അപ്പോൾ ലാഭത്തിൻ്റെ വീതം കിട്ടുന്നുണ്ട്. മാത്രമല്ല 20 ലക്ഷം 25 ലക്ഷം ആയപ്പോൾ കമ്പനിയുടെ പോസിറ്റീവ് സൈനാണ്, കമ്പനി ഗ്രോ ചെയ്യുന്നതിന് പോസിറ്റീവ് സൈനാണ്. അതുകൊണ്ട് ഈ കമ്പനിയുടെ ഷെയർസും ഡിബെഞ്ചേഴ്സും ഒക്കെ വാങ്ങാൻ ഒരുപാട് ആളുകൾ മാർക്കറ്റിൽ നിന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഒരു സാധനം ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, ഒരു സാധനം ഡിമാൻഡ് റേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് റേസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും. വെൻ കംസ് ടു തേർഡ് ഇയർ വി ഏൺ ദ പ്രോഫിറ്റ് ഓഫ് 30 lakhs. അഗെയിൻ 20 ലക്ഷം 25 ലക്ഷമായപ്പോൾ ആളുകൾ ചിന്തിച്ചത് 20 ഇപ്പോൾ 25ആയി, അപ്പോൾ അടുത്ത വർഷം 30 ആവുന്നതാണ്. ആ സ്റ്റഡീസ് അണ്ടർലൈൻ ചെയ്യുന്ന അതേപോലെ തന്നെ കമ്പനി ആ വാക്ക് പാലിക്കുന്ന പോലെ ഈ 25 lakhs എത്ര ആയിട്ട് മാറുന്നുണ്ട്, 30 lakhs ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ എഗെയിൻ ഈ കമ്പനി ഒരു ഗുഡ് പോസിറ്റീവ് സൈൻ മാർക്കറ്റിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് എന്നോണം നമ്മുടെ എന്ത് ചെയ്യും, ഇവിടെ വീണ്ടും ഡിമാൻഡ് എന്ത് ചെയ്യും, ഒരുപാട് ആളുകൾ ഈ ഷെയറിലേക്ക് എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. അതുവഴി ഇതിൻ്റെ ഡിമാൻഡ് പറയും മക്കളെ റേസ് ചെയ്യും. വെൻ ഡിമാൻഡ് റൈസസ് പ്രൈസ് റൈസസ്, പ്രൈസ് കൂടി കൂടി പോകും. അപ്പോൾ ഇവിടെ വന്നിട്ട് പല ആളുകളും ഈ ഷെയർ പർച്ചേസ് ചെയ്യാനുള്ളതിൻ്റെ റീസൺ, ഈ കമ്പനിയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന റീസൺ 2025 ആയ 25-30 ആയിട്ടുള്ളൊരു ബ്രാൻഡ് ഒരു കമ്പനിയാണ്. നെക്സ്റ്റ് ഇയർ ഒരു പക്ഷേ ഇവർ 35 ആവും, അല്ലെങ്കിൽ 38 ആവും, അല്ലെങ്കിൽ 40 ആകും എന്നൊരു ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആളുകൾ ഈ കമ്പനിയുടെ ഷെയർസിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുക. അവിടെ 22-ൽ 30 ലക്ഷം രൂപ ഗെയിൻ ചെയ്ത ഒരു കമ്പനി 23ലേക്ക് വരുമ്പോൾ 28 ലക്ഷത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് 25 30 എന്ന് പറഞ്ഞ ആ ഒരു ട്രെൻഡിനെ ബ്രേക്ക് ചെയ്തിട്ട് 30-35 പ്രതീക്ഷിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ ഷെയറിലേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ ഡിമാൻഡ് റേസ് ചെയ്തപ്പോൾ പ്രൈസ് റേസ് ചെയ്ത സിറ്റുവേഷൻ 23ലേക്ക് വരുമ്പോൾ കഥകൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് 30 lakhs 28 lakhിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, ആകെ പാനിക് ആവും. കാരണം 20-25ആയി, 25-30ആയി, 30-28ആയി, ഇപ്പോൾ 2 ലക്ഷം കുറേ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ കമ്മിങ് ഇയേഴ്സിൽ 30-35 എക്സ്പെക്ട് ചെയ്ത് കൊടുത്ത് 28ലേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇയറും അതിൻ്റെ ഇയറിലൊക്കെ കമ്പനി ഭയങ്കരമായിട്ട് ഡൗൺ ചെയ്ത് പോകുന്നുള്ള ഒരു ഇമോഷൻ അവിടെ ഷെയർ ചെയ്യപ്പെടും. അത് മാത്രമല്ല 30 ലക്ഷം 28 ലക്ഷത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ പല ആളുകളും വന്നത് 30-35 ആവുമെന്ന് പറഞ്ഞിട്ടാണ്. ഈ ഡ്രോപ്പ്, ഈ ഒരു ട്രെൻഡ് തുടർന്നാൽ, അല്ലെങ്കിൽ കമ്പനിക്ക് എന്തോ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാതിരിക്കലും 35 ലക്ഷത്തിലേക്ക് പോകുന്നതിന് പകരം 28 ലക്ഷത്തിലേക്ക് ഡ്രോപ്പ് ആവില്ല എന്നുള്ള വിശ്വാസം മാത്രമല്ല, ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ്. 30 ലക്ഷം 28 ലക്ഷത്തിലേക്ക് ഡ്രോപ്പ് ആകുമ്പോൾ അത് ഇനിയും തുടർന്നും ഡ്രോപ്പ് തന്നെയാണ് വരിക എന്നുള്ളൊരു പ്രതീക്ഷയിൽ ആളുകൾ ഇവിടെ ഷെയർസ് എന്ത് ചെയ്യും, ഈ ഡിമാൻഡ് എന്ത് ചെയ്യും മാറി, ഇതിൻ്റെ കളി മാറി, സപ്ലൈൻ്റെ ഒരു വലിയ ഹ്യൂജ് സപ്ലൈ സംഭവിക്കും. അതായത് ഒരുപാട് ആളുകൾ ഷെയർ ഹോൾഡ് ചെയ്ത് ഒരുപാട് ആളുകൾ അവരെ ഷെയർസ് മാർക്കറ്റിലേക്ക് കൊണ്ട് പറയും മക്കളെ സപ്ലൈ ചെയ്യും. അവർ ആ ഷെയർ സെല്ല് ചെയ്യാനായിട്ട് വരും. അങ്ങനെ ഒരു സാധനം സെല്ല് ചെയ്യാൻ ഒരുപാട് ആളുകൾ വരുമ്പോൾ അതിൻ്റെ സപ്ലൈ റൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് ഡൗൺ ചെയ്യും. അങ്ങനെ ആ ഷെയറിൻ്റെ പ്രൈസൊക്കെ പറയും മക്കളെ ഡൗൺ ചെയ്ത് വരും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇയറിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 20 lakhs 25 lakhs ആയി, 25 lakhs 30 lakhs ആയി, 30 lakhs 35 lakhs ആയി. ഇങ്ങനെ 30 lakh 35 lakhs എക്സ്പെക്ട് ഒരു ബ്രാൻഡാണ് 28ലേക്ക് വന്നത്. ഇതിൻ്റെ റീസൺ ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ അതിൻ്റെ സ്ക്രൂട്ടിനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, ഈ വർഷം നമ്മളൊരു 1 കോടി രൂപ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, അല്ലെങ്കിൽ സം crore rupees ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു.
ഇങ്ങനെ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തപ്പം അത് ചൂടപ്പം പോലെ വിറ്റ് പോവാനായിട്ട് നമ്മൾ കുറച്ച് എന്ത് കൊടുത്തിട്ടുണ്ട്, ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡിബെഞ്ചർ ചൂടപ്പം പോലെ ഹോട്ട് കേക്ക്സ് പോലെ സെല് ചെയ്യാനായിട്ട് നമ്മൾ ആ ഡിബെഞ്ചേഴ്സിൻ്റെ മേലെ കുറച്ച് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ വർഷം 10 ലക്ഷം രൂപ എന്തുണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് മക്കളെ ഡിബെഞ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വർഷം ഉള്ളതിനെക്കാട്ടി എക്സ്പാൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ. ഇപ്പോൾ 2025 ആയി, 25-30 ആയി, പീപ്പിൾ ആർ എക്സ്പെക്ടിങ് 35, ബട്ട് വി ആർ എക്സ്പെക്ടിങ് 2025 ആയി, 25-30 ആകെ 5% ഗ്രോത്തേ ഉള്ളൂ. 30-40 ആവട്ടെ, 40-50 ആവട്ടെ, 50-60 ആവട്ടെ, ആ ഒരു പെർസ്പെക്റ്റീവിൽ കുറച്ചും കൂടി ഫണ്ട് റേസ് ചെയ്ത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ആ ഹോട്ട് കേക്ക്സ് പോലെ ഡിബെഞ്ചേഴ്സിനെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഡിസ്കൗണ്ട്. അങ്ങനെ നമ്മളെ കമ്പനി ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അവിടെ 10 ലക്ഷം രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഈ ഡിസ്കൗണ്ട് നമ്മൾ സാധാരണ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ വിട്ടാൽ ഇവിടെ ഈ ഡിസ്കൗണ്ടിന് ശേഷമാണ് ഇത് 28 lakh ആയിട്ട് മാറിയത്. ആ 10 ലക്ഷം രൂപ ഡിസ്കൗണ്ട് അവിടെ വന്നിട്ടില്ലെങ്കിൽ ഇറ്റ് കുഡ് ബി 38 lakh. അപ്പോൾ ഈ ഡിസ്കൗണ്ടിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിട്ടതുകൊണ്ടാണ് അത് എത്ര ആയിട്ട് മാറി 28 lakh ആയത്. ശരിക്കും പീപ്പിൾ ആർ എക്സ്പെക്ടിങ് 30-to-35, ബട്ട് അവർ കമ്പനി റീച്ച് എ ലെവൽ വിച്ച് ഇസ് എക്സ്പെക്റ്റഡ് ലെവലിൻ്റെ മേലെയാണ്. കാരണം പീപ്പിൾസ് ആർ എക്സ്പെക്ടിങ് 30-to-35, ബട്ട് നമ്മൾ കൊടുക്കുന്നത് 38 lakh ആണ്. ഏകദേശം 38 ലക്ഷത്തിലേക്ക് നമ്മളുടെ കമ്പനീൻ്റെ പ്രോഫിറ്റിനെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ വർഷം നമ്മളെ കമ്പനി ഡിബെഞ്ചർ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തതുകൊണ്ട് ആ ഡിസ്കൗണ്ട് ഇഷ്യൂ പി ആൻഡ് അക്കൗണ്ടിലേക്ക് വന്നതുകൊണ്ട് 38 - 10 lakh വന്നതുകൊണ്ടാണ് നമ്മളുടെ ഷോർഡ് പ്രോഫിറ്റ് വിച്ച് ഇസ് ഈക്വൽ 28 lakh ആയിട്ട് മാറിയത്. അപ്പോൾ ഈ കഥ ഒന്നും ആളുകൾക്ക് അറിയില്ല, ഇതൊന്നും ജനത്തിന് അറിയില്ല, ഇതൊന്നും ഷെയർ ഹോൾഡേഴ്സിന് അറിയില്ല. അവർ 2025 ആകുമ്പോൾ വന്ന പോലെ, 25-30 ആകുമ്പോൾ വന്ന പോലെ 28 lakh ആകുമ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഡിമാൻഡിൻ്റെ കുറവും സപ്ലൈയുടെ റൈസും കൂടുമ്പോൾ പ്രൈസ് വളരെ നന്നായിട്ട് കുറയും. അപ്പോൾ ഇത് ആക്ച്വലി വളരെ സെൻസിറ്റീവാണ്. കാരണം ഇത് ഒരു ഷെയറിൻ്റെ പ്രൈസ് അല്ല കുറയുന്നത്, നമ്പർ ഓഫ് കോടിക്കണക്കിന് ഷെയർ ഉണ്ടാവും ആ കമ്പനിയുടെ. ആ കോടിക്കണക്കിന് ഷെയറിൻ്റെ പ്രൈസാണ് ഡ്രോപ്പ് ചെയ്യുക. അതുകൊണ്ട് ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസാണ്. ഇതൊക്കെ നമ്മൾ അങ്ങനെ സെൻസിറ്റിവിറ്റി, അതായത് അങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്യണം. അല്ലാതെ ഒരു സാധാരണ BCom MCom അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന പോലെ ആ എക്സ്പെൻസ് ആയി കണ്ട് നേരെ PL തട്ടിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ട് ഷെയർ മാർക്കറ്റിൽ. ആ ഇമ്പാക്റ്റ് ഒരു പക്ഷേ നമുക്ക് താങ്ങാൻ പറ്റണം എന്നില്ല. അതൊരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് വരിക. ആൻഡ് ദാറ്റ്സ് വൈ എപ്പോഴും ഒരു കമ്പനി ആകുമ്പോൾ അതിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസും കോസ്റ്റ് അക്കൗണ്ടൻസും ഒരു വലിയ ഫൈനാൻസ് ടീം തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു PL BS ഒക്കെ അവർ പുറത്തൊക്കെ ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ എല്ലാ ഇമ്പാക്റ്റുകളും എല്ലാ വശങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് പബ്ലിക്കിലേക്ക് ഔട്ട് ചെയ്യുക. ഓർ നമ്മളുടെ സ്ഥാപനത്തിൽ അങ്ങനെ ഹൈലി ക്യാപ്പബിൾ ആയിട്ടുള്ള ക്വാളിഫൈഡ്സ് ഇല്ല എങ്കിൽ, ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇല്ല എങ്കിൽ നമ്മൾ ഇതെന്ത് ചെയ്യും, നമ്മൾ ബിഗ് ഫോർ പോലെ EY KPMG അല്ലെങ്കിൽ ഡിലോയിറ്റ് PwC ഒക്കെ പോലത്തെ ഇന്ത്യയിലെ ബിഗ് ഫോർ കമ്പനീസുകൾ നമ്മൾ ഏൽപ്പിക്കും. അവരുടെ അടുത്ത് എത്തുമ്പോൾ അവർ പറയും, സർ നിങ്ങളുടെ പ്രോഫിറ്റ് 20 ചെയ്യുന്നു, 25 ആയി, 30 ആയി. ആളുകൾ 35 ആണ് എക്സ്പെക്ട് ചെയ്യുക. നിങ്ങളിത് PL അക്കൗണ്ട് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ യുവർ പ്രോഫിറ്റ് ഡൗൺ ടു 28 lakh. അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് താങ്ങണമെന്നില്ല. സോ ദാറ്റ്സ് വൈ വിൽ ടെൽ യു വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു ആൻഡ് വെൻ ടു ഡു ഓൾസോ. You all clear? And that's why നമ്മൾ പഠിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. And the treatment is very simple. Clear? And the treatment will be the discount on issue of debentures. അപ്പോൾ ഈ 10 ലക്ഷം രൂപ is amortized over period, issuance date and redemption date. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ഇല്ലേ, ഇപ്പോൾ നമുക്ക് വന്ന ഡിസ്കൗണ്ട് രണ്ടിനും ഒരേ ട്രീറ്റ്മെൻ്റ് ആണ്. ഡിസ്കൗണ്ട് ഓൺ ലോസ് ആയാലും ഒരേ ട്രീറ്റ്മെൻറ്റ്. 10 ലക്ഷം ഇല്ലേ, ഈ 10 ലക്ഷം രൂപ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, ഈ 10 ലക്ഷം രൂപ നമ്മൾ ചെയ്യുന്നത് അമോർട്ടൈസ് ചെയ്യുക. അമോർട്ടൈസ് ഒരു കഷ്ണെടുത്ത് PL അക്കൗണ്ടിലേക്ക് തട്ടുക. അങ്ങനെ ഒരു കഷ്ണെടുത്ത് നമ്മൾ PL തട്ടുന്നത് ഓവർ എ പീരിയഡ് ബിറ്റ്വീൻ ദ ഇഷ്യൂവൻസ് ഡേറ്റ്, നമ്മൾ ഇഷ്യൂ ചെയ്ത ഡേറ്റും റിഡംഷൻ ഡേറ്റ്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു 10 വർഷം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക, 10 lakh ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 1 ലക്ഷം രൂപയാണ് ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ഓഫ് ചെയ്യുക. 1 ലക്ഷം രൂപ നമ്മൾ PL അക്കൗണ്ടിലേക്ക് തട്ടിയാൽ മതി. കിട്ടിയ ഡിപ്പെൻഡിങ് അപ്പോൾ ദ ടേംസ് ഓഫ് റിഡംഷൻ. ഇനി നമുക്ക് പഠിക്കാം. അതിന് മുമ്പ് ഞാൻ പറയാണ്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ പ്രോഫിറ്റ് വന്നിട്ട് പറയും മക്കളെ എത്രയുള്ളത്, ഈ വർഷത്തെ പ്രോഫിറ്റ് ഉള്ളത് 38 lakh. 1 ലക്ഷമാണ് തട്ടുക എന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കം ഓൺലി 37 lakh. ഇപ്പോഴും നമ്മൾ എക്സ്പെക്റ്റഡ് ലെവലിൻ്റെ മേലെയാണ്. കാരണം പീപ്പിൾസ് 30-35 എക്സ്പെക്ട് ചെയ്ത്, ബട്ട് വി ക്യാൻ പ്രൊവൈഡ് 37 lakh. സോ ഇറ്റ് ഇസ് മോർ ദാൻ 2 lakh മോറാണ് ആളുകളുടെ എക്സ്പെക്റ്റേഷൻ്റെ മേലെ. നമ്മൾ ഡിസ്കൗണ്ട് ഇഷ്യൂന് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്താ ചെയ്യുക, എല്ലാ കൊല്ലം കമ്മിങ് എല്ലാ ഇയേഴ്സിലും ഓരോ ലക്ഷം വെച്ചിട്ട് എന്ത് പറയും, നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യും. ദിസ് ഇസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ.
Hope you all appreciate my discussion. Of course, yes. You will be happy. Of course, you are happy. Fine. ട്രീറ്റ്മെൻറ്റ് പഠിക്കുക. ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കുന്നത് ആദ്യം മെത്തേഡാണ്. രണ്ട് മെത്തേഡ് ഉള്ളത്. ഒന്ന് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും സം ഓഫ് ഇയർ ഡിജിറ്റ് മെത്തേഡും ഉള്ളത്. ഈ മെത്തേഡ് ഇങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണോ റെഡീം ചെയ്യാൻ നോക്കുക. അപ്പോൾ റിഡംഷന് രണ്ട് സ്റ്റൈലാണുള്ളത്. തിരിച്ചു കൊടുക്കുന്നത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏത് മെത്തേഡാണെന്ന് ചൂസ് ചെയ്യുക. ഇപ്പോൾ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണോ സം ഓഫ് ഇയർ ഡിജിറ്റ് മെത്തേഡാണോ നമ്മൾ ചൂസ് ചെയ്യൽ നമ്മളുടെ റിഡംഷൻ്റെ സ്റ്റൈൽ നോക്കിയിട്ടാണ്. അപ്പോൾ റിഡംഷൻ്റെ സ്റ്റൈല്, റെഡീം ചെയ്യുന്നതിൻ്റെ സ്റ്റൈല് ലംസമായിട്ടാണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണെങ്കിൽ സം ഓഫ് ഇയർ ഡിജിറ്റ് മെത്തേഡുമാണ്. ലംസം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇഫ് ദി ഡിബെഞ്ചേഴ്സ് ആർ റെഡീമബിൾ ആഫ്റ്റർ സെർട്ടൻ പീരീഡ്, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ഡിബെഞ്ചേഴ്സ് ഫുള്ളും റെഡീം ചെയ്യാം. ഇപ്പോൾ സാർ ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ 2010 നമ്മൾ എന്ത് ചെയ്ത് 10 ലക്ഷം രൂപയുടെ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തു. 10 ലക്ഷം രൂപ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തു അറ്റ് 10% ഡിസ്കൗണ്ട്. അപ്പോൾ 10 ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ് ടോട്ടൽ എന്ത് വന്നത്, ഡിസ്കൗണ്ട് വന്നത്. ക്ലിയർ? ഇനി ഈ ഡിബെഞ്ചേഴ്സ് നമ്മൾ റെഡീം ചെയ്യുന്നത് ഒരു 10 വേണ്ട, ഈ ഡിബെഞ്ചർ നമ്മൾ റെഡീം ചെയ്യുന്നത് ഒരു സിമിലർ മോഡൽ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സിമിലർ മോഡലിനെ പഠിപ്പിച്ചുതരാം. ഈ ഡിബെഞ്ചർ നമ്മൾ റെഡീം ചെയ്യുന്നത് 4 വർഷങ്ങൾക്ക് ശേഷം. ഇത് 2010 ജാനുവരിയിലാണെങ്കിൽ 2010 1, 2011, 2012, 2013. 2013 എൻഡിലാണ് 4ാമത്തെ വർഷം കംപ്ലീറ്റ് ആവുക. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റെഡീം ചെയ്യണത് എങ്കിൽ, അപ്പോൾ ഇവിടെ നമ്മൾ വാങ്ങിയിട്ടുള്ള ഈ 10 ലക്ഷം രൂപ 1ാമത്തെ വർഷം, 2ാമത്തെ വർഷം, 3ാമത്തെ വർഷം, 4ാമത്തെ വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെയാണ് റെഡീം ചെയ്യുന്നത് എങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ലംസം മെത്തേഡ്. അപ്പോൾ ലംസമായിട്ട് റെഡീം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങിച്ചുള്ള ഈ 10 ലക്ഷം രൂപയില്ലേ, ഒരു നിശ്ചിത കാലയളവിന് ശേഷം ലംസമായിട്ട് എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക, മൊത്തത്തിൽ തിരിച്ചു കൊടുക്കുക. ഇതാണ് ലംസം മെത്തേഡ്. അപ്പോൾ നമ്മൾ ലംസം മെത്തേഡ് ആണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപയല്ലേ നമുക്ക് മൊത്തം ഡിസ്കൗണ്ട് വന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 1 ലക്ഷം ഡിവൈഡ് ബൈ എത്ര കൊല്ലം ഉണ്ട്, 1, 2, 3, 4 കൊല്ലം, ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു ഒരു വർഷം 25,000 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് ആയിട്ട് P&L അക്കൗണ്ടിലേക്ക് കൊണ്ടേ തട്ടുക. ക്ലിയർ? അപ്പോൾ 1ാമത്തെ വർഷം നമ്മൾ 2,500 P&Lലേക്ക് തട്ടും, അല്ല 25,000 തട്ടും. 2ാമത്തെ വർഷം 25,000 തട്ടും. 3ാമത്തെ വർഷം 25,000 തട്ടും. 4 നമ്മൾ 25,000 തട്ടും. ഈ മെത്തഡോളജിനെ വിളിക്കുന്ന പേരാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. അപ്പം നമ്മൾ റിഡംഷൻ്റെ സ്റ്റൈല് ലംസമാണെങ്കിൽ 1ാമത്തെ വർഷവും 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും 4ാമത്തെ വർഷമൊക്കെ നമുക്കതിൻ്റെ ബെനിഫിറ്റ് ഒരേപോലെ കിട്ടി. അതുകൊണ്ട് നമ്മൾ മൊത്തം ഡിസ്കൗണ്ടിനെ ഒരേപോലെ റൈറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ 25,000 25,000 25,000 വെച്ച് ചെയ്ത് ദിസ് മെത്തേഡ് ഇസ് കോൾഡ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. സിമ്പിൾ പരിപാടി. അപ്പോൾ ലംസമായിട്ട് റെഡീം ചെയ്യുന്നത് എന്താണ്, ഇന്ന് ഇഷ്യൂ ചെയ്തത് നിശ്ചിത കാലയളവിന് ശേഷം ഒറ്റയടിക്ക് റെഡീം ചെയ്യാം. ക്ലിയർ? അപ്പോൾ എത്ര കാലമാണോ ഉള്ളത് ആ കാലത്തിനായിട്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ഫിഗർ. ഇതാണ് ഏത് മെത്തേഡ്, ലംസം മെത്തേഡ്. അതല്ല സാറേ, ഇതേ ഡിസ്കഷനെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപക്കല്ലേ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തത്, ഇതുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം രൂപയല്ലേ നമുക്ക് ഡിസ്കൗണ്ട് വന്നത്. ആ ഡിസ്കൗണ്ട് എങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ റിഡംഷൻ്റെ സ്റ്റൈൽ നോക്കുകയാണ്. ഇത്തവണ റിഡംഷൻ്റെ സ്റ്റൈൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അതായത് ഇഫ് ദ ഡിബെഞ്ചേഴ്സ് ആർ റെഡീമബിൾ ആയിട്ട് ഡിഫറെൻറ്റ് ഡേറ്റ്, ഡിബെഞ്ചേഴ്സ് നമ്മൾ റെഡീം ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡേറ്റിലാണെങ്കിൽ നമ്മളങ്ങനെ പറയാറില്ല. നമ്മൾ കടം കൊടുക്കുമ്പോൾ എടാ ഞാൻ 5-ാം തീയതി പൈസ കേട്ടോ ഫുള്ള് തരാം. ചിലപ്പോൾ നമ്മൾ പറയും എടാ എനിക്ക് ഞാൻ അടുത്ത ആഴ്ച ഒരു 100 രൂപ തരാം, അതിന് പിറ്റത്തെ ആഴ്ച 100 രൂപ തരാം, പിറ്റത്തെ ആഴ്ച 100 രൂപ തരാം, പിറ്റത്തെ ആഴ്ച 100 രൂപ തരാം, പിറ്റത്തെ ആഴ്ച 100 രൂപ തരാം. അങ്ങനെ 5 ആഴ്ച കൊണ്ട് എൻ്റെ പൈസ ഞാൻ കടം വീട്ടിക്കോളാം. അങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റ് പറയാറില്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് 10ൽ ഇഷ്യൂ ചെയ്ത ഡിബെഞ്ചർ
13 ഫുള്ളും തിരിച്ചു കൊടുത്തു. 4 കൊല്ലം നമ്മൾ എന്ത് ചെയ്താൽ ഡിബഞ്ചർ ഉപയോഗിച്ചിട്ട് തിരിച്ചു കൊടുത്തു. 4 കൊല്ലവും നമുക്ക് ഒന്നാമത്തെ വർഷവും നമുക്ക് 10 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് തന്നെ കിട്ടി. രണ്ടാമത്തെ വർഷവും 10 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടി. മൂന്നാമത്തെ ഇയറും 10 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടി. നാലാമത്തെ ഇയറും 10 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റിന് കിട്ടി. അതുകൊണ്ട് മൊത്തം ഡിസ്കൗണ്ട് നമ്മൾ 4 കഷ്ണം മുറിച്ചിട്ട് എല്ലാ കൊല്ലം ഒരേപോലെ ഇട്ട്. ഇതാണ് ഏത് മെത്തേഡ്? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്താണ് ഡിസ്കഷൻ ചേഞ്ച് ചെയ്യാണ്. നമ്മളിത് ഈ 10 ലക്ഷം രൂപ റെഡീം ചെയ്യണത് ഒരു 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, 4 തുല്യമായ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ പൈസ തിരികെ കൊടുക്കുന്നത്. അപ്പോൾ 4 തുല്യമായ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എങ്ങനെ നിങ്ങൾ 10 ലക്ഷത്തിന് തിരികെ കൊടുക്കുക? ഒന്നാമത്തെ കൊല്ലം 2,50,000 തിരികെ കൊടുക്കും. രണ്ടാമത്തെ കൊല്ലം 2,50,000 റീപേ ചെയ്യും. മൂന്നാമത്തെ കൊല്ലവും 2,50,000 റെഡീം ചെയ്യും. നാലാമത്തെ കൊല്ലവും 2,50,000 റെഡീം ചെയ്യും. അപ്പോൾ എവറി ഇയർ നമ്മളൊരു എമൗണ്ട് വെച്ച് എന്ത് ചെയ്യും പറയും മക്കളെ? റെഡീം ചെയ്യും. അപ്പോൾ 2,50,000 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 4 തവണ റെഡീം ചെയ്യുമ്പോൾ 10 ലക്ഷമല്ലേ കൊടുക്കാനുള്ളൂ. അപ്പോൾ ഒരു ഇയർ കഴിഞ്ഞപ്പോൾ ഇത് കൊടുത്ത്, ഇനി 7 ലക്ഷം കൊടുക്കാണ്ട്, ഒരു ഇയർ കഴിഞ്ഞപ്പോൾ ഇത് കൊടുത്ത്, ഒരു ഇയർ കഴിഞ്ഞപ്പോൾ ഇത് കൊടുത്ത്, ഒരു ഇയർ കഴിഞ്ഞപ്പോൾ ഇതും കൊടുത്ത്, അതോടുകൂടി കൊടുക്കാനുള്ള പൈസ ഒക്കെ കൊടുത്ത് കിട്ടി. ഇങ്ങനെ നമ്മൾ കൊടുത്ത് വീട്ടുന്നതിനല്ലേ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിൽ കൊടുക്കുക എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിലാണ് കൊടുക്കുന്നത്. ഇൻസ്റ്റാൾമെൻറ്റിലാണ് കൊടുക്കുക എന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തത്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൽ 10% ഡിസ്കൗണ്ട് ആണ്, അതായത് വിച്ച് ഇസ് ഈക്വൽ ടു 1 ലക്ഷം രൂപ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഈ ഡിസ്കൗണ്ട് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രീറ്റ് ചെയ്യുക. ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ 10 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് ഇയർ 1ലും ഇയർ 2ലും ഇയർ 3ലും ഇയർ 4ലും നമുക്ക് ഒരേപോലെ കിട്ടിയതുകൊണ്ട് മൊത്തം ഡിസ്കൗണ്ട് നമ്മൾ ഒരേപോലെ റൈറ്റ് ഓഫ് ചെയ്ത്, അതേപോലെ നമ്മൾ ഇവിടെ ചെയ്യാം. ഇവിടെ നമുക്ക് 10 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് 4 കൊല്ലവും ഒരേപോലെ കിട്ടുന്നുണ്ടോ? 4 കൊല്ലവും നമുക്ക് 10 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. ഒന്നാമത്തെ കൊല്ലം നമുക്ക് 10 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഒന്നാമത്തെ കൊല്ലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 ലക്ഷം അടച്ച് വീട്ടിലേ, കടം വീട്ടിലേ. അപ്പോൾ രണ്ടാമത്തെ കൊല്ലം നമുക്ക് 10ൻ്റെ ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. 7 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റേ ഉള്ളൂ. രണ്ടാമത്തെ കൊല്ലത്തിൻ്റെ അവസാനത്തിൽ പിന്നെ 2 ലക്ഷം കൊടുത്ത് വീട്ടിക്കൊണ്ട് പിന്നെ നമുക്ക് 5ൻ്റെ ബെനിഫിറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ കൊല്ലവും ബെനിഫിറ്റ് ഒരേപോലെയാണ് കിട്ടിയേ? അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ 1 ലക്ഷമാണ് മൊത്തം ഡിസ്കൗണ്ട് വന്നത്, ഡിവൈഡ് ബൈ 4 വർഷത്തേക്ക് ഇസ് ഈക്വൽ ടു 25,000 ഒരു വർഷത്തേക്ക് ചെയ്യുന്ന ഈ സിസ്റ്റം റോങ് ആണ്. കാരണം ഇവിടെ നമുക്ക് 4 കൊല്ലവും ഒരേപോലെ 10 lakh 10 lakh 10 lakh 10 ലാഖിൻ്റെ ബെനിഫിറ്റാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ നമുക്ക് 4 കൊല്ലം ഒരേ ബെനിഫിറ്റ് അല്ല കിട്ടുന്നത്. ആൻഡ് ദാറ്റ്സ് വൈ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രപ്പോഷനിലാണ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രപ്പോഷൽ ചെയ്യാമെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. സോ അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യും. പറയും മക്കളെ, ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യും. ഞാൻ ഒരു ടേബിൾ വരയ്ക്കേണ്ടത്, അതേപോലെ ടേബിൾ വരച്ച് ആ ടേബിൾ വരച്ചതിന് ശേഷം നല്ല ശ്രദ്ധിക്കട്ടോ. ഫസ്റ്റത്തെ കോളം ഇയർ, പിന്നെ ബെനിഫിറ്റ് റിസീവ്ഡ്, പിന്നെ റേഷ്യോ. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യണ്? ഒരു കോളം വരയ്ക്കുകയാണ്. ഞാനിതിന് ഇയർ, പിന്നെ അതുപോലെ തന്നെ ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ യൂസ്ഡ്, ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ യൂസ്ഡ്. പിന്നെ അടുത്തൊരു കോളം റേഷ്യോ, ഡിസ്കൗണ്ട് ടു ബി റിട്ടൺ ഓഫ്, ഡിസ്കൗണ്ട് ടു ബി റിട്ടൺ ഓഫ്. നമുക്ക് നോക്കി നോക്കാം. ഇയർ, ഫസ്റ്റ് ഇയർ 2010, 2011, 2012, 2013, 4 കൊല്ലം എഴുതി. ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ യൂസ്ഡ്, ഒന്നാമത്തെ കൊല്ലം നമ്മൾ 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ യൂസ് ചെയ്തു. ഒന്നാമത്തെ വർഷം അവസാനിച്ചപ്പോൾ നമ്മൾ 2.5 ലക്ഷം റെഡീം ചെയ്തില്ലേ, റീപേ ചെയ്തില്ലേ? ഒന്നാമത്തെ 2.5 ലക്ഷം നമ്മൾ റെഡീം ചെയ്തില്ലേ? ഈ ഒന്നാമത്തെ 2 ലക്ഷം നമ്മൾ റെഡീം ചെയ്തതുകൊണ്ട് രണ്ടാമത്തെ വർഷം നമുക്ക് എത്ര എമൗണ്ട് യൂസ് ചെയ്യാനുണ്ടാവുള്ളൂ? 7,50,000. രണ്ടാമത്തെ വർഷത്തിൻ്റെ അവസാനം 2 ലക്ഷം കൂടി റെഡീം ചെയ്തുകൊണ്ട് മൂന്നാമത്തെ വർഷം നമുക്ക് എത്ര യൂസ് ചെയ്യാനുണ്ടാവുള്ളൂ? 5 ലക്ഷം. മൂന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം 2 ലക്ഷം കൂടി റെഡീം ചെയ്തുകൊണ്ട് നാലാമത്തെ വർഷം നമുക്ക് എത്ര എമൗണ്ട് ഉപയോഗിക്കാനുണ്ടാവുള്ളൂ? 2.5 ലക്ഷം. നാലാമത്തെ വർഷത്തിൻ്റെ അവസാനം 2 ലക്ഷം കൂടി റെഡീം ചെയ്തുകൊണ്ട് ഇനി ഒന്നും ഉപയോഗിക്കാനില്ല. ഇനി ഇതിനൊരു റേഷ്യോ ഒക്കെ എടുക്കുക. എല്ലാതും 2.5 ലക്ഷത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. ഇത് 1 2.5 ലക്ഷം, ഇത് 2 2.5 ലക്ഷം, ഇത് 3 2.5 ലക്ഷം, ഇത് 4 2.5 ലക്ഷം.
ഇത് 3 കൂട്ടി കൊടുക്കുക. അത് ടോട്ടൽ ഈസ് ഈക്വൽ ടു പറയും മക്കളെ 10. ഇനി ഈ ഒരു റേഷ്യോയിൽ വേണം നമ്മുടെ മൊത്തം ഡിസ്കൗണ്ട് നമ്മൾ നേരത്തെ എത്ര പറഞ്ഞ മൊത്തം ഡിസ്കൗണ്ട് 1,00,000 അല്ലേ 1,00,000 അല്ലേ ഈ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാമെന്നറിയോ 1,00,000 ഇതാണ് മൊത്തം ഡിസ്കൗണ്ട് ഇൻറ്റു ഈ റേഷ്യോ ഇതാണ് സം ഓഫ് ഇയർ ഡിജിറ്റ് മെത്തേഡ് 4/10 കാരണം സം ഓഫ് ഇയർ ഡിജിറ്റ് ഈ ഡിജിറ്റ് കൂട്ടിയിട്ടുള്ള മെത്തേഡ് ഇസ് ഈക്വൽ ടു 4,000 in year 1 1 lakh into 3/10 3,000 in year 2 2,000 in year 3 and 1,000 in year 1 മൊത്തം 40,000 ആട്ടോ 10,000 അല്ലല്ലോ അപ്പോൾ എങ്ങനെ 40,000 in year 1 30,000 in year 2 20,000 in year 3 ആൻഡ് 10,000 ഇ എഫ് ഒ മൊത്തം എത്ര എമൗണ്ട് ഡിസ്കൗണ്ട് പറയും മക്കളെ 1 lakh. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിനെ ഏത് മെത്തേഡിൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലാവുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഡിബെഞ്ചറിൻ്റെ ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്നത് ഇവിടെ ഒരേപോലെ ശരിക്കും ഇവിടെ റേഷ്യോ ഒക്കെ ഉണ്ട്. ഇവിടുത്തെ റേഷ്യോ എന്താണ് 1:1:1:1:1. അപ്പോൾ നിങ്ങളിതാ കോളം വരച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരിക ഇനിയിപ്പോൾ നമ്മൾ അവിടെ ഒരു കോളം വരച്ചില്ല അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം ഈ കോളത്തിൽ പോലെ തന്നെ ഇത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഈ കോളത്തിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാൻ തരും മക്കൾ ഞാൻ അവിടെ തൊട്ട് താഴത്ത് കാണിച്ചു തരാം ഒന്ന് റെപ്ലിക്കേറ്റ് ചെയ്ത് കാണിച്ചു തരാം 2010 2011 2012 2013 ഇയർ 1 എത്ര എമൗണ്ടിൻ്റെ ബെനിഫിറ്റ് 10 lakh ഇയർ 2ലും 10 lakh ഇയർ 3ലും 10 lakh ഇയർ 4ലും 10 lakh റേഷ്യോ വിൽ ബി 1 1 1 1. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക 1 lakh ഇൻറ്റു 1/4 1/4 ഇസ് ഈക്വൽ ടു 25,000 ഇസ് ഈക്വൽ ടു 25,000 ഇസ് ഈക്വൽ ടു 25,000 ഇസ് ഈക്വൽ ടു 25,000. അപ്പോൾ ഈ മെത്തേഡിൽ ചെയ്യുന്നത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് രണ്ടും ഒന്നാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ഇങ്ങനെ കോളൊന്ന് വച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നേരെ ഇങ്ങനെ ചെയ്താൽ മതി 1 lakh ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ 25,000. അപ്പോൾ മനസ്സിലായി ഉണ്ടാവും രണ്ട് മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡ് എവിടെ യൂസ് ചെയ്യുക ഈ മെത്തേഡ് എപ്പോഴും യൂസ് ചെയ്യുക ലംസം മെത്തേഡ് ആണെങ്കിൽ ഇതെപ്പോഴും യൂസ് ചെയ്യുക ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ ഈ ഓൾ ക്ലിയർ ഫൈൻ. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് പറഞ്ഞിട്ടുള്ള 4 വർഷത്തെ എന്ത് വരക്കണം പറയും മക്കളെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് അക്കൗണ്ട് വരയ്ക്കുകയാണ് ഡേറ്റ് ഒക്കെ വേണം പെർട്ടിക്കുലേഴ്സ് ഡിസ്കൗണ്ട് ഇഷ്യൂ ആണെങ്കിലും ലോസ് ഓൺ ഇഷ്യൂ ആണെങ്കിലും ഒരേ സെയിം കേട്ടോ. ഞാൻ ഇപ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ എന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ ഈ അക്കൗണ്ടിൻ്റെ പേര് ചെയ്തതിന് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്. സോ എഴുതി കൊടുക്കുക ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് amount date പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് ക്ലിയർ ഗുഡ്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഡേറ്റ് എഴുതുന്നത് 1st January 2010. നമ്മൾ എന്താ എൻട്രി ചെയ്തിട്ടുള്ളത് നമ്മൾ എൻട്രി ഓർമ്മ ഉണ്ടോ എൻട്രി ഇവിടെ ഉണ്ടോ ഇല്ല എൻട്രി ഒന്ന് എഴുതി കാണിച്ചു തരാം ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഓക്കെ അല്ലേ 1,00,000 ഇൻറ്റു 10 രൂപ കിട്ടുമോ ഇല്ല നമ്മൾ ഡിസ്കൗണ്ടിലാണ്. അപ്പോൾ 1,00,000 ഇൻറ്റു പറയും മക്കളെ 9 രൂപ ഇസ് ഈക്വൽ ടു 9 lakh. 2 ഡിബെഞ്ചേഴ്സ് ഓൾവേസ് ഫേസ് വാല്യൂ 1 lakh ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 10 lakh. അപ്പോൾ ഡിഫറൻസ് ഇവിടെ വരും എത്ര ഡിഫറൻസ് വരിക 1 lakh. ഇതാണ് എന്ത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മളിതാ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് വരിക. ഇത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ നിങ്ങൾ ഈ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് വരിക. ഒരു അക്കൗണ്ടിൽ നമ്മൾ ആ അക്കൗണ്ടിൻ്റെ പേര് എഴുതൂല. അപ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് വന്ന് ഡെബിറ്റ് സൈഡിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം ഡിബെഞ്ചേഴ്സ് എന്ന് എഴുതാം. ഇത്ര എമൗണ്ട് എഴുതുക 1,00,000 ഇതല്ലേ നമ്മൾ ടോട്ടൽ ഡിസ്കൗണ്ട്
എന്നിട്ട് ഇനി ഫുള്ള് സിമ്പിൾ ആട്ടോ. നേരെ 31 ഡിസംബർ 10 വരിക. ഒരു കഷ്ണം എവിടേക്ക് തട്ടുക? പി ആൻഡ് എല്ലിലേക്ക്. എത്ര രൂപ തട്ടിയത് നമ്മൾ കണ്ടെത്തി? 25,000. അന്ന് തന്നെ ജസ്റ്റ് ബാലൻസ് ചെയ്യാം. ബാക്കി 75,000. ഒന്നാമത്തെ ഇയർ കഴിഞ്ഞു. 25,000 പി ആൻഡ് അക്കൗണ്ടിൽ എഴുതുക, ബാലൻസ് ഷീറ്റിൽ എഴുതുക. പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് വീണ്ടും 1 ബാലൻസ് എഴുതി കൊടുക്കുക. ബാലൻസ് ബ്രോഡ് ഡൗൺ. എത്ര എമൗണ്ട്? 75,000. നേരെ ഇയർ എൻഡിക്ക് വരിക. 31 ഡിസംബർ 11. ഒരു കഷ്ണം പി ആൻഡിലേക്ക് നമ്മൾ ടേബിളിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് എത്ര തന്നെയാണ് പറയും? 25,000. ജസ്റ്റ് ബാലൻസ് എഴുതി കൊടുക്കുക. 50,000. ജസ്റ്റ് ടോട്ടൽ ചെയ്യാം. 75,000. ക്ലിയർ. അപ്പോൾ ഒരു കഷ്ണം എവിടേക്ക് തട്ടുക? പി ആൻഡ് എല്ലിലേക്ക്. ബാക്കി എവിടെ എഴുതുക? ബാലൻസ് ഷീറ്റിൽ എഴുതുക. അഗെയിൻ 1 ജാനുവരി ബാലൻസ് ബ്രോഡ് ഡൗൺ 50,000. 31 ഡിസംബർ പി ആൻഡ് എൽ 25,000. ബാലൻസ് ക്യാരി ഡൗൺ പറയും മക്കളെ. 25,000 ടോട്ടൽ ചെയ്യുക. അഗെയിൻ 1 ജാനുവരി ബോറടിക്കണടാ. ബാലൻസ് ബ്രോഡ് ഡൗൺ പറയും മക്കളെ. 25,000. 31 ഡിസംബർ പി ആൻഡ് എൽ 25,000. അക്കൗണ്ട് ഈസ് ഓവർ. ആർക്കും ചെയ്യാം. ഇവിടെ പി ആൻഡ് എൽ ബാലൻസ് പി ആൻഡ് എൽ ബാലൻസ് പി. വാട്ട് ഈസ് ദിസ്? പൊട്ട അക്കൗണ്ട്. സിമ്പിൾ റെഡി. ഈ ഓൾ ക്ലിയർ. അതല്ല നമ്മളിതിപ്പോൾ ചെയ്തത് ഈ മെത്തേഡിലല്ല എങ്കിൽ സിമ്പിൾ പരിപാടി മക്കളെ. സിമ്പിൾ. ഞാൻ എമൗണ്ട് മാത്രം മാറ്റിക്കാണ്ട് കാണിച്ചു കേട്ടോ. ഇതിങ്ങനെ എഴുതാൻ ബോറടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സാർ ഇത് മായിച്ചുകൊണ്ട് വേഗം എഴുതുന്നത്. കാരണം ഈ അക്കൗണ്ടൊക്കെ ആർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്? ഡിബെഞ്ചർ എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് എഴുതി? 1,00,000. 31 ഡിസംബറിൽ പി ആൻഡ് എൽ തന്നെ എത്ര എമൗണ്ട് ആണ്? 40,000. ആൻഡ് ബാലൻസ് വിൽ ബി 60,000. ഓർമ്മയില്ലേ ഏതാ? ബാലൻസ് 60,000. അപ്പോൾ ടോട്ടൽ എത്ര? 1,00,000. വീണ്ടും ബാലൻസ് ബ്രോഡ് ഡൗൺ 60,000 പി ആൻഡ് എൽ 30,000. ബാലൻസ് ക്യാരി ഡൗൺ 30,000. ടോട്ടൽ 60. വീണ്ടും ബാലൻസ് ബ്രോഡ് ഡൗൺ 30,000 പി ആൻഡ് എൽ 20,000. ബാലൻസ് ക്യാരി ഡൗൺ 10,000. സിമ്പിൾ സാധനം. വീണ്ടും ബാലൻസ് ബ്രോഡ് ഡൗൺ പറയടാ 10,000 പി ആൻഡ്. വാട്ട് ഈസ് ദീസ്? ഫിനിഷ്. സോ സിമ്പിൾ ഏരിയയാണ് എന്ത് പറയും മക്കളെ? ഈ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഇഷ്യൂ. ഐ ടെൽ യു ദ ലോജിക്കൽ വേ. ഐ എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് ലംസം പേയ്മെൻറ്റ് ഇൻ സ്ട്രൈറ്റ് ലൈൻ ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് സം ഓഫ് എ ഡിജിറ്റ്. ഐ ഡു എക്സാമ്പിൾ ക്വസ്റ്റൻ ആസ് വെൽ. I hope you all happy, fine, perfect. Bye.